നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷനിലെ ഫോമൽ ഓർഗനൈസേഷൻ എന്താണ്, അതിൻ്റെ ഒരു ചെറിയൊരു മീനിങ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് ഫോമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ പോരായ്മകൾ, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിന്റെ ഓപ്പോസിറ്റായ ഫോമൽ ഓർഗനൈസേഷന്റെ ഓപ്പോസിറ്റായ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മേന്മകൾ എന്താണ്, അതിന്റെ പോരായ്മകൾ എന്താണ്, ഇതാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിംഗ് ലെജൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും അതിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനിലൂടെ അവിടെ പുതിയൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്തരം റിലേഷൻഷിപ്പുകളെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഈ മീനിങ്ങിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. The informal organization means the people working together in the formal organization interact or communicated with each other in the course of work. അവർ വർക്കുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു. ഈ പാസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകുന്നു, ഗ്രാജുവലി ദേ ഡെവലപ്പ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആൻഡ് ഫോം എ സ്മാൾ സോഷ്യൽ ഗ്രൂപ്പ്. ഇത് സാധാരണ എന്ത് ചെയ്യുന്നു, ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിലൂടെ അവിടെ എന്ത് ചെയ്യുന്നു, പുതിയൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച്, ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച് അവിടെ സിമിലാരിറ്റി ക്യാരക്ടർ ഫീൽ ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെടുന്ന അടുത്തൊരു ബന്ധം ഉരുത്തിരിഞ്ഞ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയും ഇവർ അതിൽ നിന്ന് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. Then the network of these social groups based on the friendship is known as informal organization. ഇങ്ങനെ എന്താണ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം റിലേഷൻഷിപ്പിലൂടെ ബിസിനസ്സിൽ വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഇവിടെ ആ ഫോമൽ ഓർഗനൈസേഷനിൽ നിന്നും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ഇതും കൂടാതെ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷനകത്ത് തന്നെ ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പും ഉള്ളത് കൊണ്ട് ബിസിനസ്സിന് നല്ല രീതിയിൽ ഗുണം ചെയ്യാറുണ്ട് സാധാരണ. അപ്പൊ ഇത് ഇങ്ങനെ എന്താണ് ഒരു ഫോമൽ ഓർഗനൈസേഷനിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് ചെയ്യുകയും ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം റിലേഷൻഷിപ്പുകളെയാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന്. ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദാറ്റ് ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അൺഅവോയ്ഡബിൾ പാർട്ടാണ്. എന്തുകൊണ്ടെന്ന് പറയാൻ വേണ്ടിക്ക് അതിന് അതിൻ്റെതായ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറെ ഗുണങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഇതിന്റെ ഈ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ദാറ്റ് ഈസ് സാധാരണ നമ്മൾ എന്താണ് ഈ ഫോമൽ ഓർഗനൈസേഷന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിക്ക് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മളെ ക്ലിയർ ആയിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ? നമ്പർ 1 എന്താ പറയുന്നത്, ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്നുള്ള തീരുമാനങ്ങളിൽ പെട്ടെന്നുള്ള ആശയവിനിമയത്തിന് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സഹായിക്കും. നമ്മൾ ഫോമൽ ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹയറാർക്കി ഉണ്ട്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് എന്താണ് ചില സബോർഡിനേറ്റിന് നല്ല രീതിയിലൊരു ഐഡിയ ഉണ്ടെങ്കിലും സുപ്പീരിയർക്ക് പാസ് ചെയ്യാൻ ചിലപ്പോൾ അത് വിമുഖത കാണിക്കും. കാരണം എന്ന് വെച്ചാൽ അവരുടെ റിലേഷൻഷിപ്പ് അത്തരം റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇവിടെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത്തരം സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ സാർ അങ്ങനെയല്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയാനൊരു ടെൻഡൻസി കാണിക്കുകയും അത് ചിലപ്പോൾ ബിസിനസ് സ്ഥാപനത്തിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുകയും ചെയ്യും. ദാറ്റ് ഈസ് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് മാറുന്നത്. അതാണ് നമ്പർ 1 ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 2 എന്താ പറയുന്നത്, ഗീവ് ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന്റെ സോഷ്യൽ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സബോർഡിനേറ്റ് ഫോളോ ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് ചെയ്യും, പക്ഷേ അവിടെ എന്ത് ഹ്യൂമൻ ബീങ്സിന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡിനെ അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ് വരും. അതായത് അവർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അത് ചിലപ്പോൾ ബിസിനസ് സ്ഥാപനത്തിന് നല്ല രീതിയിലായിരിക്കും ഗുണം ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ അടുത്ത
ഇതിനടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഫീൽസ് ഇനാഡിക്വൻസീസ് ഓഫ് ദ ഫോമൽ സ്ട്രക്ചർ. അതായത് ഫോമൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് സ്ട്രിക്റ്റ് ആയിട്ട് റിജിഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോളുകളൊക്കെയാണ്. ഈ റോളൊക്കെ എന്ത് ചെയ്യുന്നത്? ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ ബിസിനസ് സ്ഥാപനത്തിന് നേരെ തിരിച്ചായിരിക്കും ബാധിക്കുന്നത്. ഇത്തരം സിറ്റുവേഷൻസിൽ ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ഗ്യാപ്പുകളുണ്ട്, ചില പോരായ്മകളുണ്ട്. ഈ പോരായ്മ ഫില്ല് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നു? ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ റിലേഷൻഷിപ്പ് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെതായ ചില പോരായ്മകളും നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പോരായ്മകൾ എന്നാണ് ഇവിടെ പറയുന്നത്? ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ പോരായ്മകൾ എന്തെല്ലാമാണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കാം. എന്താ പറയുന്നത്? സ്പ്രെഡ് ഫാൾസ് ന്യൂസ്. അതായത് ഫാൾസ് ന്യൂസ് പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഒരു അതോറിറ്റി റെസ്പോൺസിബിൾ റിലേഷൻഷിപ്പ് അല്ലാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുമ്പോൾ എന്തുന്നത്? നമുക്ക് എന്ത് തോന്നുന്നതും പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അത് തെറ്റോ ശരിയോ എന്ന് നോക്കാതെ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചിലപ്പോൾ അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ബിസിനസിനെ നേരെ തിരിച്ചായിരിക്കും ബാധിക്കുന്നത്. അത്തരം സിറ്റുവേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. മെയിൻ കോസസ് ഓഫ് ദ എംപ്ലോയീസ് വർക്ക് എഗൻസ്റ്റ് മാനേജ്മെന്റിനെതിരെ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്താണ്? നമുക്ക് ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പിലൂടെ എന്ത് ചെയ്യാം? മാനേജ്മെന്റ് ടോപ്പ് ലെവൽ, അതായത് സുപ്പീരിയറുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ്സും മനസ്സിലാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത്തരം സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവർ തമ്മിൽ ഒരു ഇന്നർ മൈൻഡിൽ ഒരു കമ്പാരിസൺ നടത്തുകയും നമ്മുടെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന മാനേജർക്ക് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇവരുടെ ഡിസിഷനൊക്കെ വെരി പുവറാണ് എന്നുള്ളൊരു ഫീൽ വരികയും അവർ അതിന്റെ അഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രയോറിറ്റി ഗിവൺ ടു ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് ദാൻ കോമൺ ഇൻട്രസ്റ്റ്. ബിസിനസ് സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? ആ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് നേരെ ബിസിനസ് സ്ഥാപനത്തിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇതിൻ്റെതായ കുറെ പോരായ്മകളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ രണ്ടും, അതായത് ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടന്റ് ആണ്, വൈറ്റൽ ആണ്, അൺഅവോയ്ഡബിൾ പാർട്ടാണ്. പക്ഷെ അത് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഒരു ബാലൻസ് ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നിന്നും എന്താണ് ഫോമൽ ഓർഗനൈസേഷൻ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും